ഇറ്റ്സ് മീ ദിൽനാന, നിങ്ങളുടെ സ്വന്തം ദിൽനാമിസ് ആണ്. അപ്പം നമ്മൾ ഇന്നിടാ സോളാർ എക്ലിപ്സിനെ കുറിച്ചും ലൂണാർ എക്ലിപ്സിനെ കുറിച്ചും അഥവാ ചന്ദ്രഗ്രഹണത്തിനെ കുറിച്ചും സൂര്യഗ്രഹണത്തിനെ കുറിച്ചും ഈസി ആയിട്ട് പഠിച്ചാലോ. നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം ഇതാ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് സൂര്യഗ്രഹണമാണോ ചന്ദ്രഗ്രഹണമാണോ, അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് ആണോ സോളാർ എക്ലിപ്സ് ആണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കുക, ഫസ്റ്റ് കേസിൽ ചിത്രം എ നോക്കുക. ഇവിടെ ഇത് ചന്ദ്രനാണ് നടുക്ക് വരുന്നത് അല്ലേ. ചന്ദ്രൻ നടുക്ക് വന്ന് ഉറപ്പിച്ചോളൂ അതെന്താണ്, സോളാർ എക്ലിപ്സ് ആണ്. എന്താണ്, സോളാർ എക്ലിപ്സ് ആണ്, അല്ലെങ്കിൽ സൂര്യഗ്രഹണമാണെന്ന് പറയാം. എന്താണ്, സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം ഓക്കെ അല്ലേ. ഇനി ഭൂമിയാണ് നടുക്ക് വരുന്നതെങ്കിലോ, ഭൂമിയാണ് വെടിൽ വരുന്നതെങ്കിൽ ഇതെന്താണ്, ചന്ദ്രഗ്രഹണമാണ് കേട്ടോ, ചന്ദ്രഗ്രഹണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ലൂണാർ എക്ലിപ്സ് എന്ന് വിളിക്കാം. എന്താണ്, ലൂണാർ എക്ലിപ്സ്. ഇത് പഠിക്കാൻ ഈസി ആയിട്ടൊരു കോഡ് മിസ് പറഞ്ഞുതരാം. ഇത് സണ്ണല്ലേ, യെസ് ഇത് സണ്ണാണ് മിസ്സേ, ഞങ്ങൾക്കറിയാം. ഇത് ചന്ദ്രനല്ലേ, ചന്ദ്രൻ നമുക്ക് മൂണെന്ന് വിളിക്കാം, ഇത് എർത്താണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ വിളിക്കുക, EMS എന്ന് വിളിക്കാം. അപ്പോൾ EMS എന്ന് പഠിച്ചാൽ മതി. ഇവിടെയാണെങ്കിലോ ഇത് ചന്ദ്രനല്ലേ, ചന്ദ്രൻ നമുക്ക് എന്തെന്ന് വിളിക്കാം, മൂൺ എന്ന് പറയാം. ഭൂമിന് നമുക്ക് എർത്ത് അല്ലേ. സൂര്യൻ എന്താണ്, സൂര്യൻ സണ്ണാണ്. അപ്പം നമുക്ക് ഇതിനെ നേരെ തിരിച്ചിട്ട് എന്താ വിളിക്കുക, MES. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി. മിഡിൽ ആരാ വരുന്നത്, മിഡിലുള്ള ആളെ മാത്രം നോക്കിയാൽ മതി, എർത്താണ് മിഡിൽ വരുന്നത്. അപ്പോൾ അത് MES-ഉം ഇത് EMS-ഉം. EMS ആണെങ്കിൽ സൂര്യഗ്രഹണമാണ്, സോളാർ എക്ലിപ്സ് ആണ്. MES ആണെങ്കിൽ ചന്ദ്രഗ്രഹണമാണ്, ലൂണാർ എക്ലിപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിക്കാം. ആദ്യം നമുക്ക് സൂര്യഗ്രഹണം നോക്കാം. ഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് ആരാ വരുന്നത്, മൂണാണ് നടുക്ക് വരുന്നത് അല്ലേ, ചന്ദ്രനാണ് മിഡിൽ വരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കുക, ഈ ചന്ദ്രൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രന്റെ നിഴലിലായിരിക്കും ആര് വരിക, നമ്മുടെ ഭൂമി വരിക അല്ലേ. ഭൂമി വരിക ആരെ നിഴലിലാണ്, ചന്ദ്രന്റെ നിഴലിലാണ് ഭൂമി വരിക. അപ്പം നമുക്ക് ഈ സൂര്യേട്ടൻ ഇവിടെ ഉണ്ട്. സൂര്യേട്ടനെ അഥവാ സണ്ണിനെ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് സൂര്യനെ കാണാൻ പറ്റുമോ? ഇല്ല, സൂര്യനെ ദൃശ്യമാകില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ ചന്ദ്രൻ വരുമ്പം ചന്ദ്രന്റെ മറവ് കാരണം ചന്ദ്രൻ സൂര്യനെ മറക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക്, ഭൂമിയുടെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ആരെ കാണാൻ പറ്റില്ല, നമ്മുടെ സൂര്യനെ കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഏകദേശം ഇതേ ഒരു ഫോമിലായിരിക്കും നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുക. അർത്ഥത്തിൽ ഇത് ആ ഒരു ഭാഗത്ത് നോക്കുന്ന ആൾക്കാർ ഇങ്ങനെയായിരിക്കും സണ്ണിനെ കാണാൻ. പകുതിയല്ല, ഫുള്ള് തന്നെ ഉണ്ടാവും. അതിൻ്റെ വേറൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ഇത് സൺ ഫ്രം എർത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണുക. അതിൻ്റെ പൊസിഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അത് മിസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ല, അപ്പം ഇത്രയേ ഉള്ളൂ. നടുവിൽ ആരാ വരുന്നത്, മൂണാണ്. അപ്പം മൂൺ ആരെയാണ് മറയ്ക്കുന്നത്, സൂര്യനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആരെയാണ്, നമ്മുടെ സണ്ണിനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്, മറച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കില്ല. സെറ്റല്ലേ. അപ്പോൾ ഇതേപോലെയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ പിക്ചറൊക്കെ തരും. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഈ വശത്തുള്ള ആൾക്കാർക്ക് ആരെ കാണാൻ പറ്റില്ല, സൂര്യനെ കാണാൻ പറ്റില്ല. അവിടെ ഇരുടായിരിക്കും കാണാം. ഓക്കെ അല്ലേ, സെറ്റല്ലേ. അപ്പോൾ സൂര്യഗ്രഹണം എന്താന്ന് നോക്കിക്കോ. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ആരാ വരുന്നത്, ചന്ദ്രൻ. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ എവിടെ വീഴും, ഭൂമിയിൽ വീഴും. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ചന്ദ്രന്റെ നിഴൽ വീഴുന്നത് ഈ ഒരു ഭാഗം കണ്ടോതാ, ഇവിടെയല്ലേ നിഴൽ വീഴുന്നത്. അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ആരെ കാണാൻ പറ്റില്ല, സൂര്യനെ കാണാൻ പറ്റില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേടാ. എന്താണ് പറയുക, ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. എല്ലാവർക്കും ദൃശ്യമാകും, ഇല്ല. സോ അത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. when the moon revolves around the earth, the moon rarely comes to be in between the earth and sun in a straight line. So at this time the moon shadow fall on the earth. People in the area where the moon shadow fall cannot see the sun because the moon covers the sun എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് മാത്രം കാണില്ല. അതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം അതല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേടാ. ദെൻ നെക്സ്റ്റ് നോക്കുക, ഇതാണ് സോളാർ എക്ലിപ്സിൻ്റെ കുറേ സ്റ്റേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണെങ്കിൽ, പൂർണ്ണ സൂര്യഗ്രഹണമാണെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇതേ രൂപത്തിലായിരിക്കും സൂര്യനെ കാണുക. ഇനി ആനുലാർ സോളാർ എക്ലിപ്സ് ആണെങ്കിൽ ഇതൊന്നും എന്താണെന്ന് എൻ്റെ മക്കൾ പഠിക്കേണ്ട, ജസ്റ്റ് ആ ഒരു പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. ആനുലാർ സോളാർ എക്ലിപ്സ് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു വട്ടത്ത് തന്നെ ഇതേ രൂപത്തിലുണ്ടാവും. അപ്പോൾ ഇതാണ് വലയ സൂര്യഗ്രഹണം എന്ന് പറയും. ഇനി പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആണെങ്കിൽ, ഭാഗിക സൂര്യഗ്രഹണമാണെങ്കിൽ ഇതേ രൂപത്തിലായിരിക്കും കാണുക കേട്ടോ, ഭാഗിക സൂര്യഗ്രഹണം. അപ്പോൾ ഈ മൂന്നാളെയും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ടോട്ടൽ സോളാർ എക്ലിപ്സ്, ആനുലാർ സോളാർ എക്ലിപ്സ് ആൻഡ് പാർഷ്യൽ സോളാർ എക്ലിപ്സ്, മൂന്നും പഠിച്ചു വെക്കണം. 3 ഫിഗറും എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്ത കേസിൽ നമ്മൾ പറഞ്ഞു നേരത്തെ ആരായിരുന്നു, ചന്ദ്രനായിരുന്നു നടുക്ക്. ഇനി ഭൂമി നടുക്ക് വരിക. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്, നമ്മുടെ ചന്ദ്രേട്ടൻ കറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ചന്ദ്രേട്ടൻ കറങ്ങി എവിടെ എത്തി, ചന്ദ്രേട്ടൻ ഇതാ കറങ്ങി ഇതാ ഇവിടെ എത്തിയതാ, ഇവിടെ നിൽക്കുകയാണ് ചന്ദ്രേട്ടൻ.
ചന്ദ്രേട്ടൻ ദാ ഇവിടെ നിൽക്കി. അപ്പൊ ചന്ദ്രേട്ടൻ ആരുടെ നിഴലാ ഇപ്പൊ നിൽക്കുന്നത്? നമ്മുടെ മൂണ് നമ്മുടെ എർത്തിന്റെ നിഴലാ നിൽക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇവിടെയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എന്താ ഫീൽ ചെയ്യുക? നമുക്ക് ആ ഒരു നിഴൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചന്ദ്രനെ പൂർണ്ണമായിട്ട് ദൃശ്യമാകുമോ? ഇല്ല, ചന്ദ്രനൊരു നമുക്ക് ചില കേസസിൽ നമുക്ക് ഭയങ്കര റെഡ് കളറിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ദൃശ്യമാകില്ല, ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ നോക്കി വെച്ചോളാം, എന്താണ് ലൂണാർ എക്ലിപ്സ് എന്നുള്ളത്. ഇതേ രൂപത്തിലാണ് വരിക. നമ്മുടെ ചന്ദ്രൻ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുക. വ്യൂ ഫ്രം എർത്ത് ഇക്വേറ്റർ മിഡ് നൈറ്റിലുള്ള ആ ഒരു പിക്ചറാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അർത്ഥത്തിൽ ഇത് നോക്കുന്ന സമയത്ത് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ലൂണാർ എക്ലിപ്സ് കേട്ടോ, അഥവാ ചന്ദ്രഗ്രഹണം കാണാം. ഓക്കെ അല്ലേ? അപ്പം വ്യൂ ഫ്രം എർത്ത് ഇക്വേറ്റർ അറ്റ് മിഡ് നൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ചന്ദ്രൻ എവിടെ വരും? ചന്ദ്രൻ എന്താ ഇവിടെ ആയിട്ടാണ് വരിക കേട്ടോ. അപ്പം നിഴലിൽ വരുന്ന സമയത്ത് ഭൂമിയുടെ നിഴലിലാവുമ്പോൾ ഈ ഒരു വശത്തുള്ള ഭൂമിയുടെ ഈ വശത്തുള്ള ആൾക്കാർക്ക് ചന്ദ്രനെ ശരിക്കും കാണാൻ പറ്റില്ല. ചില കേസസിൽ റെഡ് ആയിട്ട് കാണാറുണ്ട്. സോ ലൂണാർ എക്ലിപ്സ് നോക്കുക. ആസ് ദ മൂൺ റിവോൾവ് റൗണ്ട് ദ എർത്ത് സംടൈംസ് കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ. സണ്ണിൻ്റെയും മൂണിൻ്റെ ഇടയിലായിട്ട് എർത്തിനെ കാണാൻ പറ്റും ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അറ്റ് ദിസ് ടൈം ദ മൂൺ വിൽ ബി ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്. ദിസ് ഈസ് ലൂണാർ എക്ലിപ്സ്. അപ്പം ആ ഒരു കേസിൽ മൂണ് എന്തിൻ്റെ ഷാഡോയിലായിരിക്കും? എർത്തിൻ്റെ, ഭൂമിയുടെ ഷാഡോയിലായിരിക്കും, നിഴലിലായിരിക്കും. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരികയാണ്, നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഓക്കെ അല്ലേ? ഇതാണ് ചന്ദ്രഗ്രഹണം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ സോളാർ എക്ലിപ്സ് ബി ഒബ്സർവ്ഡ് വിത്ത് നേക്കഡ് ഐ? നെയിം 4 മെത്തേഡ് ടു ഒബ്സർവ് സോളാർ എക്ലിപ്സ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം കാണാൻ കഴിയുമോ? സൂര്യഗ്രഹണം നിരീക്ഷിക്കാനുള്ള 4 രീതി പറയാം. നഗ്നനേത്രം കൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഈ കണ്ണുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് നോക്കാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണിന് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സോളാർ എക്ലിപ്സ് എല്ലാവർക്കും കാണാനും പറ്റില്ല, ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചോളാം. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നമ്മളിതാ ഈ സോളാർ ഫിൽറ്റർ കണ്ണട, അതുപോലെ തന്നെ സോളാർ ഫിൽറ്റർ യൂസ്ഡ് ടെലിസ്കോപ്പ്, പിൻ ഹോൾ പ്രൊജക്ടർ, മെത്തേഡ് ഓഫ് പ്രൊജക്ടർ യൂസിങ് ടെലിസ്കോപ്പ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആരെ നോക്കുക? ഈ ഒരു സൂര്യനെ നോക്കുക. അഥവാ ഒരു കേസിൽ സോളാർ എക്ലിപ്സ് നമ്മൾ ദൃശ്യമാക്കണമെങ്കിൽ ഈ ഒരു കേസിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത് എന്നുള്ളതോട് ഓർത്ത് വെച്ചോളാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് MES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി വെച്ചോളാം മക്കളെ. എൻ്റെ മക്കളെ ഇത്രയും കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. EMS ആണെങ്കിൽ മൂണാണ് നടുക്ക് വരുന്നതെങ്കിൽ അത് സോളാർ എക്ലിപ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ സൂര്യഗ്രഹണമാണ്. ദെൻ ലാസ്റ്റ് വൺ ഈ MES ആണെങ്കിൽ, MES എന്ന് പറഞ്ഞാൽ എർത്താണ് നടുക്ക് വരുന്നതെങ്കിൽ ഓർത്ത് വെച്ചോളാം അത് ചന്ദ്രഗ്രഹണം. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ലൂണാർ എക്ലിപ്സ് എന്ന് പറയും. ലൂണാർ എക്ലിപ്സ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കോഡ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതെന്താവും? ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും എൻ്റെ കുട്ടികൾക്ക് ഇവിടുത്തെ ഈ ഒരു ഭാഗത്തൊന്നും പഠിക്കാനുള്ളൂ, കൂടുതലായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ചെയ്താൽ തന്നെ ഇത് ഈസി ആയിട്ട് എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റും. കൂടാണ്ട് നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മിസ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് മക്കളോട്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്ക് നമ്മുടെ കൂടെ MS സൊല്യൂഷൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സസും ചാപ്റ്റർ വൈസ് വൺ ഷോട്ട് ക്ലാസ്സസും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, യുണീക് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ തരാൻ പോകുന്നത്. കൂടാണ്ട് ടെക്നിക്കൽ സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. സോ 2950 രൂപയ്ക്ക് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ പെട്ടെന്ന് ജോയിൻ ചെയ്തുള്ള LMS ബാച്ചാണ്, ഫ്യൂച്ചർ ബാച്ചാണ്. സോ ബാച്ച് ക്ലാസ് 8 ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടാണ്ട് ഇനി എൻ്റെ മക്കൾക്ക് റെക്കോർഡ് അല്ലാണ്ട് ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, മെൻറ്റർഷിപ്പ് ഗൈഡൻസ്, കൂടാണ്ട് നമ്മൾ ഇവിടുന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഗൈഡ് ചെയ്യുന്നതായിരിക്കും ത്രൂ ഔട്ട് ആയിട്ട്. സോ ഇവിടെ നിങ്ങളെ വിളിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തതായിരിക്കും. അത് കൂടാണ്ട് 3 ഷെഡ്യൂൾഡ് പാരൻസ് മീറ്റിങ്ങും 1, 2 and 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഇവിടെ 3999 രൂപയ്ക്കാണ് എൻ്റെ മക്കൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം, സമയം കളയണ്ട.
വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. എൻ്റെ മക്കൾ ഇതാ ഈ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലും ജോയിൻ ചെയ്താൽ എന്താണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ഇതാ ഈ ഒരു ബാച്ചിലാണ്. അപ്പം എമൗണ്ട് വർദ്ധിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനനുസരിച്ച് തരുന്നതല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാണ് നമ്മുടെ ഏറ്റവും പ്രീമിയം ബാച്ച് ഉണ്ട്. ഈ പ്രീമിയം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതാ ത്രൂ ആയിട്ട് ഈ ഒരു കൊല്ലം നിങ്ങളിതാ ഇത്രയും ഈ ഒരു ചെറിയ എമൗണ്ടാണ് നിങ്ങൾ പുറത്ത് കൊടുക്കുന്നത് നോക്കുമ്പോൾ ഇത്രയും വളരെ ചെറിയ എമൗണ്ട് തന്നെയാണ് ഇതും. 9,999 രൂപ മാത്രമേ നിങ്ങൾക്കുള്ളൂ. സോ 9,999 രൂപയ്ക്ക് എൻ്റെ മക്കൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മൈക്രോ ബിറ്റ് അടക്കം എക്സാമിന് തലേന്ന് പറിച്ചു നോക്കാം, ബുക്ക് മൊത്തം മറിച്ച് നോക്കേണ്ട, ആ ഒരു ചെറിയൊരു PDF മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, എടുത്ത് പഠിച്ചാൽ മതി. കൂടാണ്ട് പാരൻസ് മീറ്റിങ്ങും 4 വീക്കുകൾ കൂടുമ്പം പാരൻസ് മീറ്റിങ്ങും മന്ത്ലി എക്സാംസും ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കൂടാണ്ട് ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓരോരോ എക്സാമിനും. ഫൈനൽ എക്സാം മാത്രമല്ല, ഓണപരീക്ഷ, ക്രിസ്മസ് എക്സാമിന് ഓരോ എക്സാംസിനും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ കൂടാണ്ട് ഇതാ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വായിക്കാവുന്നതാണ്. പേഴ്സണൽ സൂപ്പർ മെൻറ്റർ സപ്പോർട്ടും കൂടെ തരുന്നതായിരിക്കും. ഓരോരുത്തർക്കും പേഴ്സണലി ഓരോരോ മെൻറ്റേഴ്സിനും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇവിടെ തരുന്നതായിരിക്കും. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളാം. എല്ലാവർക്കും MS സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഈ കാണുന്ന നമ്പറിലാണ് എൻ്റെ മക്കളെ കോൺടാക്ട് ചെയ്യേണ്ടത്. കൂടാണ്ട് നമ്മുടെ എവിടെ ലിങ്ക് ഉണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ മക്കൾക്ക് MS സൊല്യൂഷനും കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കും ഞങ്ങളുടെ മക്കളായിട്ട്. സോ ക്ലാസ് 8ലേക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളാം. ഈ ഒരു നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വിളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് വെക്കുക. സെറ്റല്ലേ? സോ കൂടാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും കൂടാണ് നമ്മുടെ ബാച്ചിൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്തോളാം, നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കോളാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു.